എന്നെ പറ്റി ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് നമ്മുടെ പേഴ്സണൽ സ്പേസിനെ ബാധിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ ബാധിക്കും. സോഷ്യൽ മീഡിയ എനിക്ക് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. നമ്മൾ അതിൻ്റെ ഒരു അൽഗോരിതം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എപ്പോഴും നമ്മുടെ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ കുറേ ടെൻഷനും കുറേ കാര്യങ്ങളും ഒക്കെ, ഒരുപാട് കാര്യങ്ങളെ പറ്റി ആവശ്യമില്ലാതെ ബോധമാവുന്നുണ്ട് സോഷ്യൽ മീഡിയ കാരണം. പിന്നെ രണ്ട് സൈഡും ഉണ്ട്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. വല്ലപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ കയറി നോക്കാറുണ്ട്. അല്ലാതെ അത് ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഫോൺ എടുത്ത് മാറ്റി വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു കോമന്റ്സ് വായിച്ച് ഇരുന്ന് വിഷമിക്കും സ്വയം, വെറുതെ ഡാർക്ക് എടുത്തുകൊണ്ടിരിക്കും. എന്നെ പറ്റി ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അത് നമ്മുടെ പേഴ്സണൽ സ്പേസിനെ ബാധിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ ബാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരാത്ത രീതിയിലേക്ക് ലിമിറ്റ് ചെയ്ത് വെക്കും പറ്റുവാണെങ്കിൽ അടിപൊളിയല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സും ഇതിന്റെയൊക്കെ ന്യൂസും ഒക്കെ കാണാൻ എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് ഞാൻ. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാറുണ്ട്. അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ചോദ്യങ്ങൾ, ഒരാൾ പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ ഒരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വേണം. പക്ഷെ അത് നമ്മൾ ഏത് ലിമിറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റേഴ്സ്. അത് തന്നെയാണ് ഏത് ലിമിറ്റിൽ എന്നുള്ളതാണ്. ഇപ്പൊ അതിനകത്ത് നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അതിനകത്തെ ഈ പറഞ്ഞ കമന്റ്സ് നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രശ്നമാണ്. കാരണം അതിനകത്ത് ജെന്യൂനിറ്റി കുറവാണ്. അതാണ് അതിനകത്തെ പ്രശ്നം. ഒരുപക്ഷെ പലരും ഇത് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ നോക്കുന്ന ഒരാളല്ല, പക്ഷെ വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നോക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതെന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ ഇരുന്ന് ഒരു കുറ്റം പറയുകയാണ്. ഞാൻ അത് ജെന്യുവൻ ആണെങ്കിൽ നമ്മളത് ഞാൻ ആ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ്. ഞാൻ ആ വ്യക്തിയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല കണ്ടെത്തി, ചുമ്മാ ഒരു പേരും ഇതും മാത്രമല്ല. അപ്പോഴെനിക്ക് മനസ്സിലായത് ഫേക്ക് പരിപാടിയാണ്. ഈ പുള്ളി എൻ്റെ പുറകെ ഉണ്ട് എല്ലാ പടത്തിൻ്റെയും. അപ്പം പുള്ളി എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാം. അപ്പം എപ്പോഴെങ്കിലും അത് പറയുന്ന മാറ്റർ ഓൾമോസ്റ്റ് സെയിമുമാണ്. ഇങ്ങനെ പറയും എപ്പോഴെങ്കിലും. ചിലപ്പം അത് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായിരിക്കാം, എനിക്ക് അറിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ കൗതുകത്തോടെ നോക്കും, എത്ര നാൾ പോകും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ശ്രമിക്കുന്ന ആ വ്യക്തി പരാജയപ്പെടുകയാണ്. പക്ഷെ ചിലരെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു കാര്യം തന്നെ 10 തവണ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി ഭയങ്കരമായിട്ട് അത് ബാധിക്കും. അപ്പൊ ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പലരും മാറി നിൽക്കുന്നത്. ഇപ്പൊ ആ വ്യക്തി നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞാൽ അത് നമുക്ക് ആ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റിയത്. അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ പലരും ഭയക്കുന്നതിന്റെ കാര്യം, അല്ലെങ്കിൽ വറീഡാകുന്നതിന്റെ കാര്യം. അതാണ്